ഹായ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. പുനെയിലെ നമ്മുടെ പ്രധാന വേദി, പ്രധാന നഗരി, ആ നഗരിയുടെ പിൻവശത്തുള്ള വലിയ കെട്ടിട സമുച്ചയങ്ങൾക്ക് മുമ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പ്രൗഢോജ്വലമായ വേദിയാണ് നിങ്ങൾ കാണുന്നത്. 1200 ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അതിവിശാലമായ വേദിയാണ്. വേദി വിശാലമുണ്ട് എന്ന് കരുതി വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ആളുകൾക്ക് കയറിയിരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അതിനൊക്കെ നിശ്ചിതമായ ടിക്കറ്റ്, പാസ് ഒക്കെ സമസ്ത കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും വേദിയിലേക്ക് ആളുകൾ ഇരിക്കുക. എന്തായാലും ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പറഞ്ഞതുപോലെ സമസ്തക്ക് പണ്ടൊക്കെ സമ്മേളനം നടത്താനാണ് സ്ഥലമില്ലാതിരുന്നത്. ഇന്ന് സയ്യിദുൽ ഉലമ പറഞ്ഞു, വേദി കെട്ടാൻ പോലും, സ്റ്റേജ് കെട്ടാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയായി. കാരണം അത്രയധികം ആളുകൾ സ്റ്റേജിൽ കയറാൻ തിക്കും തിരക്കും കൂട്ടുന്നൊരവസ്ഥയാണ് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത്രത്തോളം സമസ്തയുടെ വേദിയിലൊന്ന് കയറുക എന്നുള്ളത് ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതായി. അതുകൊണ്ടാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. സമസ്തയെ ഇഷ്ടപ്പെടുമ്പോൾ ജനങ്ങൾ അങ്ങനെ അത് ഇഷ്ടപ്പെടുമല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വേദിയിലൊന്ന് കയറുക, അതാരുടെയും ആഗ്രഹമായിരിക്കും. എന്തായാലും നോക്കൂ നിങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ആകാശ ദൃശ്യം വളരെ മനോഹരമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഞായറാഴ്ച കാണാം. ഈ ഒരു സമ്മേളന നഗരി ഒരുങ്ങുന്നത് കാണാൻ വരുന്ന ജനങ്ങളുടെ ബാഹുല്യമാണ് നിങ്ങളീ കാണുന്നത്. ഈ ഒരു സ്റ്റേജിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല, ഗ്രൗണ്ടിൽ ഫുള്ളായിട്ടും ആളുകളാണ്. ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അത്ഭുതത്തോടെ പല ദേശത്തു നിന്നും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഫാമിലി സഹിതം കാറുകളിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന ഏരിയ മാത്രമല്ല, ആ തെങ്ങിൻ തോപ്പാണ് അതിൻ്റെ അതിർത്തി എന്ന് ധരിക്കുന്നതും ശരിയല്ല. അതിൻ്റെ അപ്പുറത്തായിട്ടുമൊക്കെ ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം ലൈറ്റും മറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ ഒരു ഏരിയ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. ശരിക്കതിൻ്റെ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ആകാശ ദൃശ്യത്തിലാണത് കൃത്യമായിട്ട് വ്യക്തമാകുക. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഫെബ്രുവരി 8 ആ ചരിത്രം പിറക്കാൻ വേണ്ടി പോവുകയാണ്. അതിനു മുന്നേ തന്നെ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ പോകുന്ന ആ വേദിയൊന്ന് നേരിൽ കാണാൻ വേണ്ടി പ്രമുഖരും പ്രശസ്തരും ആയ ആളുകളടക്കമുള്ള, സാധാരണക്കാരടക്കമുള്ള ആളുകൾ ഇവിടെ സന്ദർശിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇതിനപ്പുറത്ത് വലിയ ക്യാമ്പ് നടക്കുകയാണ്. നിലവിൽ 10,000-ഓളം ആളുകളുടെ ദായി ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വെള്ളിയാഴ്ചത്തോടു കൂടെ അത് 33,333 ആളുകളുടെ ക്യാമ്പായി മാറാൻ പോവുകയാണ്. അപ്പം നോക്കണം, നമ്മുടെ ഈ വേദിയുടെ മുൻവശത്തായിട്ട് വലതുവശത്ത് കാണുന്നൊരു സൈഡാണിത്. ആ സൈഡിൻ്റെ തെങ്ങുകൾക്ക് അപ്പുറത്ത് പോലും ഗ്രൗണ്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെങ്ങിൻ തോപ്പിൻ്റെ അപ്പുറത്തെ ഗ്രൗണ്ട് പോലും ഈ ഒരു ജനബാഹുല്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ അവിടെയൊക്കെ എന്താക്കിയിട്ടുണ്ട്, ലൈറ്റ് ഫിറ്റ് ചെയ്ത് അതൊക്കെ വേദിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കും. ആ തെങ്ങിൻ തോപ്പിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ വീടുകളുടെ അതിലൂടെ എല്ലാം സമ്മേളനത്തിൻ്റെ ഗ്രൗണ്ടായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളരെ വൈഡായിട്ടാണ് ഈ സമ്മേളനഗിരി പരന്ന് കിടക്കുന്നത്. എന്തായാലും സയ്യിദുൽ ഉലമയെ കേൾക്കാൻ ജനലക്ഷങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച കാസർഗോഡിൻ്റെ ചരിത്രഭൂമിയായ കുണിയയിലേക്ക് പുറപ്പെടുകയാണ്. ഇവിടെ വലിയൊരു ചരിത്രം പിറക്കാൻ പോവുകയാണ്. സമസ്തയുടെ 100 വർഷത്തെ അടയാളപ്പെടുത്തുന്ന അതിമഹത്തായ, സമസ്തയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ സമ്മേളനം ഇവിടെ അരങ്ങേറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ വലിയ പ്രൊട്ടക്ഷൻ എല്ലാ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. വളരെ ഇൻ്റലിജൻസ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അകത്തു നിന്നുള്ള ഇൻറ്റേർണൽ
ഇൻ്റലിജൻസുകൾ നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാം വളരെ ഭംഗിയായി ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ അച്ചടക്കത്തോടെ സമസ്ത എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അച്ചടക്കം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എല്ലാവരും സമ്മേളനത്തിൽ സംബന്ധിക്കേണ്ടത് എന്ന് ഉണർത്തുകയാണ്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി പ്രകടനമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിജയാഹ്ലാദ പ്രകടനമല്ല, അല്ലെങ്കിൽ വികസന ജാഥയല്ല. ഇത് ഒരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സമസ്തയുടെ നേതൃത്വം ആഗ്രഹിക്കുന്നത്. നേരെ മറിച്ച് അതിനെ ഏതെങ്കിലും പാർട്ടിയുടെ സമ്മേളനമാക്കി മാറ്റാനോ അപശബ്ദങ്ങളിലൂടെ സമസ്തയുടെ ഈ സമ്മേളനത്തെ അലങ്കോലപ്പെടുത്താനോ ഒന്നും ശത്രുക്കൾ സ്വപ്നം കാണുകയും വേണ്ട. അതൊട്ടിവിടെ പാസ്സാകുന്ന കാര്യവുമില്ല എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശാന്തമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ്, ആ പ്രസിഡന്റിൻ്റെ സന്ദേശം സമസ്തയുടെ ശതാബ്ദി സന്ദേശമായി ജനമനസ്സുകളെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പിരിയും ഇൻഷാ അല്ലാഹ്. ആ ഒരു മഹത്തായ സംഗമത്തിൽ ഒന്നുകൂടി ആ ഒരു ദുആയിൽ പങ്കെടുത്ത് ആ ജനസാഗരത്തിൻ്റെ നിസ്കാരത്തിൽ ജമാഅത്തായി നിസ്കരിച്ച് പിരിയാനാണ് മുഖ്ലിസീങ്ങളായ അള്ളാഹുവിൻ്റെ പ്രിയം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്ന, ഇതിലേക്ക് കടന്നു വരുന്ന മുഴുവൻ സമസ്ത പ്രവർത്തകരുടെയും ആഗ്രഹം ആ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളികളാവുക എന്നതാണ്. നമുക്കറിയാം, റോഡിലൂടെയും മറ്റുമൊക്കെ വാഹനങ്ങൾ ഇന്ന് സുലഭമായി ലഭിക്കുന്ന കാലഘട്ടത്തിലും മലപ്പുറത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കാൽനടയായും സൈക്കിളിലുമൊക്കെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില വിഡ്ഢികളായ ആളുകൾ എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത്, ശബരിമലയ്ക്ക് നേർച്ചയാക്കി പോകുന്നത് പോലെ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ചോദിക്കുന്ന ആളുകളാണ് വിഡ്ഢികൾ. കാരണം ഇതൊരു പ്രചരണമാണ്. ഒരു 10 ആളുകൾ നടന്ന് വരുമ്പോൾ ജനങ്ങൾ അവരെ കാണുന്നു, അവരെക്കുറിച്ച് അന്വേഷിക്കുന്നു, ചോദിക്കുന്നു എന്താണ് സംഭവമെന്ന് തിരക്കുമ്പോൾ ഇങ്ങനെ കാസർഗോഡ് സമ്മേളനം നടക്കുന്നുണ്ട്, അതിലേക്ക് നടന്നു പോവുകയാണെന്ന് പറയുമ്പോൾ അതവിടെ ഒരു പ്രചരണമാണ്. അപ്പോൾ ഓരോരുത്തരും അവനാൽ ചെയ്യാൻ കഴിയുന്ന പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അസൂയ കൊണ്ടോ മറ്റോ അതിനെ നോക്കി വിമർശിക്കുന്ന ആളുകളുടെ കണ്ണിനാണ് മഞ്ഞപ്പ് എന്ന് തിരിച്ചറിഞ്ഞ് ആ മഞ്ഞക്കണ്ണട മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെ നോക്കിക്കാണാൻ വേണ്ടി തയ്യാറായാൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മാത്രമല്ല, ഒരു ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര മുഹൂർത്തം അരങ്ങേറുന്ന സമയത്ത് അത് ഈ കേരളത്തിലെ ഓരോ മുസൽമാൻ്റെയും അഭിമാനമാണ്. മാത്രമല്ല ഓരോ ഇന്ത്യക്കാരൻ്റെ അഭിമാനമാണ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം ഇവിടെ മതേതര ഇന്ത്യക്ക് എത്രത്തോളം കാവൽ നിന്ന പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആ മതേതരത്വത്തെ ചേർത്ത് പിടിച്ച പ്രസ്ഥാനമാണ് എന്നുള്ളത് ഇന്ന് ഓരോ സാമൂഹിക നിരീക്ഷകന്മാരും മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ തീവ്രവാദത്തിലേക്കോ മതരാഷ്ട്രവാദത്തിലേക്കോ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ക്ഷണിച്ചിട്ടില്ല. ഇവിടുത്തെ ജനാധിപത്യ മതേതരത്വത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് സമസ്തയുടെ ആദർശത്തെ ഇവിടെ പ്രചരിപ്പിക്കുക എന്ന ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഈ പ്രഭയെ ഊതിക്കെടുത്താൻ ആർക്കും സാധ്യമല്ല എന്ന് വിളിച്ചോതുന്ന അതിമഹത്തായ സംഭവബഹുലമായ സമ്മേളനമാണ് വരുന്ന ഞായറാഴ്ച അരങ്ങേറാൻ പോകുന്നത്. സർവശക്തനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.